ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ഈസി മാത്സ്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സിലെ എത്ര ടഫായിട്ടുള്ള ടോപ്പിക്കും വളരെ സിമ്പിളായി വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സ് ആയിട്ട് മാറും. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡിയർ സ്റ്റുഡൻസ്, 9th സ്റ്റാൻഡേർഡിൽ എക്സസൈസ് 1.3ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. യു നോ ദാറ്റ് 1/7 ഈക്വൽ ടു 0.142857. 1/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്പർ വന്നിട്ടുണ്ട് ഡെസിമൽ ഫോമിൽ 0.142857 ഹോൾ ബാർ. ബാർ ഇട്ട് കഴിഞ്ഞാൽ എന്താ അർത്ഥം? റിപ്പീറ്റിംഗ് ആണ് അല്ലേ? റിപ്പീറ്റിംഗ് ആണ്, നോൺ ടെർമിനേറ്റിംഗ് ആണ്. Can you predict the what decimal expansion of 2/7, 3/7, 4/7, 5/6/7 without actually doing long division method? Long division method ചെയ്യാതെ, അതായത് ലോങ് ഡിവിഷൻ മെത്തേഡും ചെയ്യാതെ, നമ്മൾ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാതെ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക. നമുക്കിവിടെ 1/7 തന്നിട്ടുണ്ട് അല്ലേ? 1/7 ആൻസറിലേക്ക് പോകണേ. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാമല്ലോ. 1/7 തന്നിട്ടുണ്ട്. എന്താണ് 1/7 തന്നത്? 1/7 തന്നത് 1/7 ഈക്വൽ ടു 0.142857 ബാർ. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാണ്? 2/7 ആണല്ലേ? 2/7 നമുക്ക് എന്താ 2/7 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 2 × 1/7 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാല്യൂ ഉണ്ടല്ലോ, 2 × 1/7 നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.142857 ബാർ. 2 × വാല്യൂ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ 2നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടുത്തെ പോയിന്റ്. ഓക്കെ, 2/7 എന്ന് പറഞ്ഞാൽ 2 × 1/7 ആണ്. അപ്പോൾ നമുക്കിത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 0.142857 × 2. എന്താ ആൻസർ കിട്ടുക? 2 7 14, 1 ക്യാരി, 2 5 10 + 1 11, 1 again, 2 8 16 + 1 17, 1 again, 2 2 4 + 1 5, 2 4 8, 2 1 2. അപ്പോൾ ആൻസർ കിട്ടി ഈക്വൽ ടു 0.285714. ഓക്കെ, ഇത് നമുക്ക് അടുത്ത 3/7 കാണാം. 3/7 ഈക്വൽ ടു 3 × 1/7 ഇസ് ഈക്വൽ ടു 3 × 0.142857 ഇസ് ഈക്വൽ ടു, ഇത് നമുക്കിതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. 0.142857 × 3. 3 7 21, 2 carry, 3 5 15 + 2 17, 1 balance, 3 8 24 + 1 25, 2 balance, 3 2 6 + 2 8, 3 4 12, 1 balance, 3 1 3 + 1 4. ആൻസർ കിട്ടി 0.428571. അതുപോലെ നമുക്ക് അടുത്തതും വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അടുത്തെന്താണ്? 4/7 ഇസ് ഈക്വൽ ടു 4 × 1/7 ഇസ് ഈക്വൽ ടു 4 × 0.142857 ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത്? നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ? ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു കേട്ടോ. 0.57148. ബാറിടണേ, ബാറിടാൻ മറന്നുപോയാൽ കംപ്ലീറ്റ് ആൻസർ തെറ്റും. ബാറിടണം കേട്ടോ. ഓക്കെ, 4/7. ഇനി അടുത്തത് എന്താണ്? 5/7 ഈക്വൽ ടു 5 × 1/7 ഇസ് ഈക്വൽ ടു 5 × 0.142857 ഇസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത്? 0.71. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും കേട്ടോ. 4285
ഓക്കെ, ഇനി നമുക്ക് എന്താണ് 6/7 ഈക്വൽ ടു 6 ഇൻറ്റു 1/7 ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 0.142857 ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക? 0.857142 ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? ഇത് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മൾ ഓർമ്മിക്കേണ്ടതെന്നറിയോ? ഒറ്റ കാര്യം ഓർമ്മിക്കേണ്ടതുള്ളൂ. ഈ 1/7 തന്നിട്ടുണ്ട്. 2/7 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1/7 ആണെന്നുള്ളത് മാത്രം നിങ്ങൾ ആ പോയിൻ്റ് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനുമായി കാണാം. ബൈ ബൈ.